ഒഴിവാക്കാൻ വഴിമാറൽ. പന്തീരാങ്കാവ് ടോൾ പ്ലാസയിൽ തിരക്ക് കുത്തനെ കുറഞ്ഞു. തുടക്കത്തിൽ ഒരു ദിവസം 40,000 വാഹനങ്ങൾ വരെ കടന്നു പോയിരുന്നിടത്ത് ഇപ്പോൾ ശരാശരി 30,000 വാഹനങ്ങൾ മാത്രമാണുള്ളതെന്നാണ് ടോൾ പ്ലാസ അധികൃതർ അറിയിച്ചത്. ഇരുവശങ്ങളിൽ നിന്നുമായി വരുന്ന 5,000-ലേറെ വാഹനങ്ങൾ ടോൾ ഒഴിവാക്കി മറ്റു പല വഴികളിലൂടെയും പോകുന്നുണ്ടെന്നും അവർ പറഞ്ഞു. പകൽ സമയങ്ങളിൽ നോർത്ത് ടോൾ പ്ലാസയിലും വൈകിട്ട് മുതൽ സൗത്തിലുമാണ് വാഹനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ടോൾ പ്ലാസയിലൂടെ കടന്നുപോകുന്ന 20% വാഹനങ്ങൾക്കും ഇപ്പോഴും ഫാസ്ടാഗ് സൗകര്യം ഇല്ലെന്നാണ് ടോൾ പ്ലാസയുടെ കരാറെടുത്ത കമ്പനി മാനേജർ അറിയിച്ചത്. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾ 2 മുതൽ 5 മിനിറ്റ് വരെ ടോൾ പ്ലാസ കടക്കാൻ എടുക്കുന്നുണ്ട്. ഈ സമയങ്ങളിലാണ് നിരയിലുള്ള വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത്. ടോളിന് സമീപത്തായി പുതിയ ഫാസ്ടാഗ് എടുക്കാനുള്ള 10 കൗണ്ടറുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവഴി ഒരു ദിവസം 200-നടുത്ത് വാഹനങ്ങൾ ഫാസ്ടാഗ് കണക്ഷനുകൾ എടുക്കുന്നുണ്ട്. ടോൾ പ്ലാസ നടത്തിപ്പ് നഷ്ടത്തിലാണെന്നും മാനേജർ അറിയിച്ചു. 38 ലക്ഷം രൂപയാണ് കരാറെടുത്ത ഹുലൈ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ദേശീയപാത അതോറിറ്റിക്ക് അടയ്ക്കേണ്ടത്. മിക്ക ദിവസങ്ങളിലും ഈ തുക പിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. ചൊവ്വാഴ്ച 28 ലക്ഷം മാത്രമാണ് പിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. കൂടാതെ ടോൾ പ്ലാസ ജീവനക്കാർ അക്രമങ്ങളും നേരിടുന്നുണ്ട്. ടോൾ പ്ലാസയിലെ ജീവനക്കാരെ ആക്രമിച്ചതിന് ഭീഷണിപ്പെടുത്തിയതിനുമായി ഇതുവരെ 3 കേസുകൾ ടോൾ പ്ലാസ അധികൃതർ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. ബസ് ജീവനക്കാർ ടോൾ ബൂത്തിലെ ജീവനക്കാരെ മർദ്ദിച്ചതാണ് അവസാനത്തെ കേസ്. ടോൾ പ്ലാസയിൽ അടിക്കടി ഉണ്ടാകുന്ന വാക്കേറ്റത്തിനിടെ ഒരു മലയാളി ജീവനക്കാരിയുടെ കാലിലൂടെ വാഹനത്തിന്റെ ടയർ കയറിയിറങ്ങിയ സംഭവം ഈയിടെ ഉണ്ടായിരുന്നു.